നമസ്കാരം എല്ലാവർക്കും മാർസ് ആൻഡ്രോയിഡിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമുക്കറിയാം MI, അതായത് ഇന്ത്യയിൽ തന്നെ ഏറ്റവും മികച്ച സ്മാർട്ട് ഫോൺ ബ്രാൻഡുകളിൽ ഒന്നായ ഒരു സ്മാർട്ട് ഫോൺ കമ്പനി തന്നെയാണ് MI. എന്നാൽ ഈ MI കൂടുതലും ആളുകളെ ആകർഷിച്ചത് അതിൻ്റെ UI ആണ്, അതായത് MIUI. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് MIUI എങ്ങനെ നമ്മുടെ ഫോണിലും നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാം, അതായത് MI ഫോൺ വാങ്ങാതെ തന്നെ എങ്ങനെ നമ്മുടെ ഫോണിൽ നമുക്ക് MIUI ഇൻസ്റ്റാൾ ചെയ്യാമെന്നാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് സമയം കളയാതെ തന്നെ വീഡിയോയിലോട്ട് കിടക്കാം. അതിനു മുമ്പായി നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തുടർന്നുള്ള ബെല്ലൈക്കൺ കൂടി ഓൺ ചെയ്ത് വെച്ചാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന കൂടുതൽ ടെക്നോളജിപരമായ വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ട്. ആദ്യമായി തന്നെ നിങ്ങൾക്ക് കസ്റ്റം റിക്കവറി ഇൻസ്റ്റാൾ ചെയ്യേണ്ടത്, അതായത് നിങ്ങൾ കസ്റ്റം ROM ഫ്ലാഷ് ചെയ്യുന്ന സമയത്ത് അതിനായി നിങ്ങൾക്ക് കസ്റ്റം റിക്കവറി ഇൻസ്റ്റാൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഉദാഹരണമായി പറഞ്ഞാൽ നിങ്ങളുടെ ഫോണിൽ ഇപ്പോൾ നിലവിലുള്ള റിക്കവറി ഉപയോഗിച്ച് നമുക്ക് ഫ്ലാഷ് ചെയ്യാൻ സാധിക്കുന്നതല്ല. അതിനായി നമ്മൾ TWRP പോലുള്ള കസ്റ്റം റിക്കവറി ഇൻസ്റ്റാൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിനായി നിങ്ങൾക്ക് യൂട്യൂബിൽ നിരവധി വീഡിയോസ് അവൈലബിൾ ആണ്, അതുകൊണ്ട് ഞാൻ അത് ചെയ്യുന്നില്ല. അതായത് നിങ്ങളുടെ ഫോണിൽ ഏതാണെന്ന് വെച്ചാൽ ഹൗ ടു ഇൻസ്റ്റാൾ TWRP ഓൺ. എൻ്റെ ഫോൺ ലിനോവോ K6 Power ആണ്. ലിനോവോ K6 Power എന്ന് സെർച്ച് ചെയ്താൽ മതി. അപ്പോൾ നിങ്ങളുടെ ഫോൺ നിങ്ങൾക്ക് സെർച്ച് ചെയ്തുകൊണ്ട് ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കുന്നതാണ്. നിരവധി വീഡിയോസ് നമുക്ക് അവൈലബിൾ ആണ്, അതുകൊണ്ട് തന്നെ ഞാൻ ആ വീഡിയോ ചെയ്യുന്നില്ല. ഇപ്പോൾ എൻ്റെ ഫോണിൽ ഓൾറെഡി കസ്റ്റം റിക്കവറി ഇൻസ്റ്റാൾ ആണ്, അതുകൊണ്ട് തന്നെ നമുക്ക് നോർമൽ റിക്കവറി നമുക്കത് ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കുന്നതല്ല. അപ്പോൾ എങ്ങനെ നമുക്ക് ഇനി റിക്കവറി ഇൻസ്റ്റാൾ ചെയ്യാം, അതായത് ഈ കസ്റ്റം ROM അതായത് MIUI ഇൻസ്റ്റാൾ ചെയ്യാമെന്ന് നോക്കാം. ഫസ്റ്റ് ഓഫ് ആൾ നമ്മൾ കസ്റ്റം റിക്കവറി ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം കസ്റ്റം റിക്കവറി ഓപ്പൺ ചെയ്യുക. അതിനായി പവർ ബട്ടൺ പ്ലസ് വോളിയം അപ്പ് ആൻഡ് ഡൗൺ എന്നതിൽ പ്രസ് ചെയ്ത് പിടിച്ചാൽ നമുക്ക് റിക്കവറി വരുന്നതായി നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഉദാഹരണമായി ഇപ്പോൾ എൻ്റെ ഫോൺ പവർ ഓഫ് ചെയ്യുകയാണ്. പവർ ഓഫ് ചെയ്ത ശേഷം നമ്മുടെ ഫോൺ പവർ ഓഫ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും വോളിയം അപ്പ് ആൻഡ് ഡൗൺ. ഇപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ എൻ്റെ ഫോൺ ബൂട്ടാകുന്നതായിരിക്കും നിങ്ങൾക്ക് കാണാൻ സാധിക്കുക. അതിനായി നിങ്ങളുടെ ഫോണിൽ നിങ്ങൾ ഉറപ്പായും ഇൻസ്റ്റാൾ ചെയ്യേണ്ടത് കസ്റ്റം റിക്കവറിയാണ്, അതായത് TWRP പോലുള്ള കസ്റ്റം റിക്കവറി നിങ്ങൾക്ക് ഇപ്പോൾ കാണാൻ സാധിക്കും. T-Win എന്ന് പറയുന്ന TWRPയുടെ റിക്കവറി ഇപ്പോൾ നിങ്ങൾക്ക് ഓപ്പൺ ആയത് കാണാൻ സാധിക്കുന്നതാണ്. ആദ്യമായി തന്നെ നിങ്ങൾക്ക് TWRP ഓപ്പൺ ചെയ്താൽ നിങ്ങൾക്ക് ഇതുപോലെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും കാണാൻ സാധിക്കുക. ശേഷം നിങ്ങൾക്ക് ഇവിടെ കാണാം വൈപ്പ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. ശേഷം ഇവിടെ നിങ്ങൾക്ക് കാണാം അഡ്വാൻസ്ഡ് വൈപ്പ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ശേഷം നിങ്ങൾക്ക് ഇവിടെ കാണാം ഡാൾവിക്ക്, അതുപോലെ തന്നെ സിസ്റ്റം ഡാറ്റ ചേഞ്ച്. അത് നിങ്ങൾ സ്വൈപ്പ് ചെയ്ത് വൈപ്പ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ലോഡിംഗ് ആയിരിക്കും കാണാൻ സാധിക്കുക. ഇനി എങ്ങനെ നമുക്ക് കസ്റ്റം ROM അതായത് MIUI ഇൻസ്റ്റാൾ ചെയ്യാമെന്ന് നോക്കാം. അതിനായി TWRP ഓപ്പൺ ആക്കിയാൽ നിങ്ങൾക്ക് ഫസ്റ്റായി കാണാൻ സാധിക്കും ഇൻസ്റ്റാൾ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് ഇതിലായി കാണാൻ സാധിക്കും. അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. ശേഷം നിങ്ങൾ ഡൗൺലോഡ് വെച്ചിട്ടുള്ള, അതായത് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ലിങ്ക് നൽകുന്നതാണ്. അവിടെ നിങ്ങൾക്ക് ആവശ്യമായ നിങ്ങളുടെ ഫോണിൻ്റെ MIUI അതുപോലെ തന്നെ കസ്റ്റം ROM ഡൗൺലോഡ് ചെയ്യുക. ശേഷം നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും 3 ഫയലായിരിക്കും കാണാൻ സാധിക്കുക. ശേഷം അതിൽ MIUI 8 എന്ന് നിങ്ങൾ കാണാം, അത് സെലക്ട് ചെയ്യുക. ശേഷം ഇതിൻ്റെ കൂടെയായി ഇതിൻ്റെ ബൂട്ട് ലോഡറും അതുപോലെ തന്നെ കേണലും നിങ്ങൾ സെലക്ട് ചെയ്യുക. ആഡ് മോർ സിപ്പ് എന്നതിൽ ക്ലിക്ക് ചെയ്ത് ഈ 3 ഫയൽ നിങ്ങൾ സെലക്ട് ചെയ്യുക. ശേഷം സ്വൈപ്പ് ടു കൺഫേം ഫ്ലാഷ് എന്ന് കാണാം, അത് ഫ്ലാഷ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ അല്പസമയം വെയിറ്റ് ചെയ്യുക. ഈ ROM ഫ്ലാഷ് ചെയ്യുമ്പോൾ മാത്രമാണ് നിങ്ങൾക്ക് ഇതുപോലെ ഒരു ഇൻ്റർഫേസ് കാണാൻ സാധിക്കുക. അതായത് ലിനേജ് പോലുള്ള മറ്റു ROMകൾ നിങ്ങൾക്ക് ഫ്ലാഷ് ചെയ്യുന്ന സമയത്തൊന്നും നിങ്ങൾക്ക് ഈ പ്രശ്നങ്ങൾ ഉണ്ടാവുകയില്ല. ഇപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ഇൻ്റർഫേസ് കാണാം. നെക്സ്റ്റ് എന്നതിൽ ക്ലിക്ക് ചെയ്ത് ഇൻസ്റ്റാളേഷൻ എന്ന് കാണാം, അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. ശേഷം നിങ്ങളുടെ മോഡൽ നെയിം നിങ്ങൾ സെലക്ട് ചെയ്യുക. ഇപ്പോൾ ഞാൻ LGയുടെ ഫോണാണ് സെലക്ട് ചെയ്യുന്നത്, ഈ ഫോൺ LG ആണ്. ശേഷം നെക്സ്റ്റ് എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. സെലക്ട് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് എന്നതിൽ ക്ലിക്ക് ചെയ്ത് ഇൻസ്റ്റാൾ നൗ എന്ന് കാണാം, അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ഇൻസ്റ്റാൾ ആകുന്നതായിരിക്കും കാണാൻ സാധിക്കുക. ശേഷം നിങ്ങൾക്ക് താഴെ പെർസെൻറ്റേജ് കാണാൻ സാധിക്കും. ശേഷം നമ്മൾ അല്പസമയം ഒന്ന് വെയിറ്റ് ചെയ്യുക, അതായത് ഇത് ഫുൾ ആവുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ആയിരിക്കും കാണാൻ സാധിക്കുക ഇൻസ്റ്റാളേഷൻ ഫിനിഷ് എന്ന് കാണാം. ശേഷം നെക്സ്റ്റ് എന്ന് കാണാം, അതിൽ ക്ലിക്ക് ചെയ്യുക. ശേഷം ഫിനിഷ് റീബൂട്ട് യുവർ ഡിവൈസ് നൗ എന്ന് കാണാം, അത് ഒഴിവാക്കിയ ശേഷം ഫിനിഷ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾ കാണാം, അപ്പോൾ നിങ്ങൾക്ക് ബാക്കിയുള്ള ബൂട്ട് ലോഡർ, അത് നമ്മൾ സെലക്ട് ചെയ്ത ബൂട്ട് ലോഡർ അതുപോലെ തന്നെ കേണലും നിങ്ങൾക്ക് ഇപ്പോൾ ഫ്ലാഷ് ആവുന്നതായിരിക്കും നിങ്ങൾക്ക് കാണാൻ സാധിക്കുക. അപ്പോൾ നമ്മളിപ്പോൾ സെലക്ട് ചെയ്തത് ഫിനിഷ് ആയിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ഹോം അതുപോലെ തന്നെ റീബൂട്ട് സിസ്റ്റം എന്ന് കാണാം,
റീബൂട്ട് സിസ്റ്റം എന്നതിൽ ക്ലിക്ക് ചെയ്ത ശേഷം ഇപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ എൻ്റെ ഫോൺ ഓപ്പൺ ആവുന്നതായിരിക്കും നിങ്ങൾക്ക് കാണാൻ സാധിക്കുക. ഇപ്പോൾ നിങ്ങൾ കാണാം MIUI ഇൻസ്റ്റാളായി വരുന്നതായി നിങ്ങൾക്ക് കാണാൻ സാധിക്കും. മറ്റു കസ്റ്റം ROM എല്ലാം നിങ്ങൾക്ക് ഈ മെത്തേഡ് യൂസ് ചെയ്താണ് നിങ്ങൾക്ക് ഫ്ലാഷ് ചെയ്യാൻ സാധിക്കും. അതിനാൽ ആദ്യമായി തന്നെ പറയട്ടെ, നിങ്ങളുടെ ഫോണിൽ നിങ്ങൾ ഉറപ്പായും TWRP പോലുള്ള റിക്കവർ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഇതുപോലുള്ള കസ്റ്റം ROMകൾ ഫ്ലാഷ് ചെയ്യാൻ സാധിക്കൂ. ഇപ്പോൾ നിങ്ങൾ കാണാൻ സാധിക്കും ഇതുപോലെ MIUI 8 എന്ന് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതായത് MI ഫോണിൽ ലഭിക്കുന്ന എല്ലാ ഫെസിലിറ്റീസും നമുക്ക് ഈ ഫോണിലും അവൈലബിൾ ആണ്. അതായത് UI ഇൻസ്റ്റാൾ ചെയ്താൽ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. ശേഷം ഇതുപോലെ നിങ്ങൾക്ക് ഇൻ്റർഫേസ് ആയിരിക്കും കാണാൻ സാധിക്കുക. ശേഷം നിങ്ങളുടെ ലാംഗ്വേജ് നിങ്ങൾ സെലക്ട് ചെയ്യുക. ശേഷം സ്കിപ്പ് എന്നതിൽ ക്ലിക്ക് ചെയ്ത് ഇതുപോലെ ഇവിടെ നിങ്ങൾ കാണാൻ സാധിക്കും നിങ്ങളുടെ ഇമെയിൽ അക്കൗണ്ടും പാസ്വേഡും ചോദിക്കുന്നു. നിങ്ങൾക്ക് സ്കിപ്പ് എന്ന് കാണാം. സ്കിപ്പ് ചെയ്ത് പോവുകയാണ്. ഞാൻ തൽക്കാലം ഇപ്പോൾ സ്കിപ്പ് ചെയ്ത് പോവുകയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ഓപ്പൺ ആകുന്ന സമയത്ത് നിങ്ങളോട് ഏത് തീമാണ് ചൂസ് ചെയ്യണമെന്ന് ചോദിക്കും. ഇപ്പോൾ ഞാൻ ഡിഫാൾട്ട് തീമാണ് സെലക്ട് ചെയ്യുന്നത്. ശേഷം നിങ്ങൾക്ക് ഇതുപോലെ കംപ്ലീറ്റ് സെറ്റപ്പ് എന്ന് കാണാൻ സാധിക്കും. ഇപ്പോൾ നിങ്ങൾക്കിതുപോലെ MIUI നിങ്ങൾക്കിതുപോലെ വന്നതായി നിങ്ങൾക്ക് കാണാൻ സാധിക്കും. MI ഫോണിൽ ലഭിക്കുന്ന എല്ലാ ഫെസിലിറ്റീസും നിങ്ങൾക്ക് ഇതിൽ ലഭിക്കുന്നതാണ്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഇതുപോലെ തന്നെ തീം സെൻറ്റർ ടൂൾസിൽ നിങ്ങൾക്ക് MI ആപ്ലിക്കേഷൻസ് എല്ലാം നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്. MI ആപ്പ് സ്റ്റോർ, അതുപോലെ തന്നെ ഗാലറി എല്ലാം നിങ്ങൾക്ക് MIയുടെ കറക്റ്റ് ഫീൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഇനി നമുക്ക് സെറ്റിങ്സും നോക്കാം. സെറ്റിങ്സും നിങ്ങൾക്ക് കറക്റ്റ് MIയുടെ ആ കിടിലൻ ലുക്ക് തന്നെ നിങ്ങൾക്കിപ്പോൾ ഈ ഫോണിലും അവൈലബിൾ ആണ്. ഇപ്പോൾ നിങ്ങൾ കാണാം എബൌട്ട് ഫോണിൽ നിങ്ങൾക്ക് ഇവിടെ നിങ്ങളുടെ ഫോണിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇവിടെ നിങ്ങൾക്ക് കാണാം MIUI വേർഷൻ 8 ആയിരിക്കും നിങ്ങൾക്ക് കാണാൻ സാധിക്കുക. ശേഷം ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കറക്റ്റ് MIയുടെ ലുക്ക് തന്നെ നമുക്ക് ഈ ഫോണിൽ ലഭിക്കുന്നുണ്ട്. ഇതുപോലുള്ള കൂടുതൽ ടെക്നോളജി പരമായ വീഡിയോ ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക.